സൗമ്യ എന്ന പേരിന് ദയ അർഹിക്കാത്തവൾ എന്നല്ല അർത്ഥം. ലക്ഷക്കണക്കിന് അമ്മമാരുടെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും പേരാണത്. ഗോവിന്ദച്ചാമി അവളെ ജീവച്ഛവമാക്കിയപ്പോൾ ആ മകളോട് മരണം കരുണ കാണിച്ചു. പക്ഷേ നിയമം അവളോട് നീതി പാലിച്ചോ? ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് ആളൂർ, അന്നമ്മ ജോൺ, ഫോർമർ അസിസ്റ്റന്റ് ഡയറക്ടർ ഫോറൻസിക് ബയോളജിസ്റ്റ്, KC റോസക്കുട്ടി, ex-MLA, ചെയർപേഴ്സൺ കേരള വിമൻസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് VS വിനീത് കുമാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആറ്റിങ്ങൽ ട്വിൻ മർഡർ കേസ്, സിബി മാത്യൂസ് IPS, കല ഷിബു, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, സാൻഡി മാത്യു, ഗ്ലോബൽ മലയാളി കൗൺസിൽ ഇന്ത്യൻ റീജൻ, വൈസ് പ്രസിഡന്റ് റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കേരള, പ്രൊഫസർ ഒലീന, AKPCTA സ്റ്റേറ്റ് പ്രസിഡന്റ്, റൈറ്റർ. സദസ്സിൽ നിയമ വിദ്യാർത്ഥിനികളും മാതാപിതാക്കളും. ഇതോടൊപ്പം നമ്മുടെ കൂടെ കൊച്ചിയിൽ നിന്ന് സൗമ്യയുടെ അമ്മയും ചേരുന്നതായിരിക്കും. ആമുഖങ്ങൾ ആവശ്യമില്ല. എങ്കിലും സൗമ്യയോട് നിയമം നീതി പാലിച്ചോ? സെൽഫിയിൽ ഇന്നത്തെ വിഷയമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നമ്മോട് എന്തു പറയുന്നു എന്ന് കേട്ടതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരികെ വരാം. വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ തീരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അയാൾക്ക് എന്താ അനുഭവിക്കാൻ പോണത്? അയാൾ ഒന്നും അനുഭവിക്കുന്നില്ല. അയാൾ ഒരു സെക്കൻഡിൽ മരിച്ചു വന്നു. എൻ്റെ അഭിപ്രായത്തിൽ മരിക്കുന്നവരെ അവന് കഠിനതകൾ കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സൗമ്യ സ്വമേധയാ ചാടിയതാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചാടിയതാണെങ്കിൽ പോലും അതിനെ പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ ഗോവിന്ദച്ചാമി തന്നെയാണല്ലോ. സൗമ്യ വധക്കേസിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ കോർട്ടിലുണ്ടായിരുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രസ്റ്റ് പോയി. കാര്യം ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ട് എവിടെ നിന്നാണെന്ന് മനസ്സിലാവാത്തത്. ഗോവിന്ദച്ചാമിയെ പോലുള്ള നികൃഷ്ട ജീവികളെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കരുത്. ഇത് വല്ല ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു അന്നേ കണ്ടിച്ച് ദൂരെ കളഞ്ഞേന്. ഗോവിന്ദസ്വാമിക്ക് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതാണ്. കേരള ഹൈക്കോടതി വിധിച്ച വിധിപ്രകാരം ഗോവിന്ദസ്വാമിനെ ശരിക്കും തൂക്കിലേറ്റുള്ളതാണ്. അവനെ തൂക്കിക്കൊല്ലണം. പക്ഷേ അതിന് മുമ്പ് ഒരു 10 വർഷം സിവിയർ പണിഷ്മെൻറ്റ് ജയിലിൽ കൊടുത്ത് അവൻ 10 വർഷം വളരെ പെയിനോടുകൂടി ആ കുട്ടി സഹിച്ച ആ പെയിൻ കംപ്ലീറ്റ് അവൻ അത് അനുഭവിക്കണം. എന്നിട്ട് വേണം അവനെ കൊല്ലാനായിട്ട്. ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതും അത് തന്നെയായിരുന്നു. ഈ ഒരു കോടതി വിധി ശരിക്കും സ്ത്രീ സമൂഹത്തിലെ മുഴുവൻ, കേരളീയ മനസാക്ഷി മുഴുവൻ നിരാശരാക്കിയെന്നാണ് പറയാനുള്ളത്. ഇന്ന് സൗമ്യയാണെങ്കിൽ നാളെ നമ്മളിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഇങ്ങനെ ഒരാൾക്കും ഇത് വരാൻ പാടില്ല. ഇതിന് തക്കതായ ശിക്ഷ, അതായത് വധശിക്ഷയെങ്കിൽ വധശിക്ഷ തന്നെ ഇതിന് തരണം എന്നാണ് നമ്മൾ ഓരോരുത്തരും, ഈ കേരളത്തിലെ ഈ ഇന്ത്യയിലെ എല്ലാ പെണ്ണുങ്ങളുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും. നമുക്കെല്ലാവർക്കും ഇതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള പല പല അഭിപ്രായങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് സൗമ്യയുടെ അമ്മ എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് വീണ്ടും വരാം. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിധി കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാധ്യമങ്ങളിൽ അമ്മ സംസാരിച്ചു, നമ്മളെല്ലാം അത് കേട്ടു. എങ്കിലും ഇപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ആളൂർ സാറുണ്ട്, വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവരുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥിനികൾ എല്ലാവരും ഉണ്ട്. അമ്മയ്ക്ക് പറയാനുള്ളത് പറയൂ. ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ ഒരിക്കലും ജീവിക്കരുത്. ഇപ്പോൾ അവിടെ പറയണ കേട്ടു കുട്ടികൾ. ശരിക്കും അതാണ് അതിൻ്റെ ശരി. കേസിൻ്റെ വിധി ഇങ്ങനെ വന്നത് വളരെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ഞാൻ തളർന്നു പോയി. അമ്മ അതേസമയം ചാനലിൽ കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം സത്യം ഞാൻ തളർന്നു പോയി. കാരണം എൻ്റെ കുട്ടീനെ ഇത്രയും ക്രൂരമായി ഇങ്ങനെ കാണിച്ച ആളെ ഇത്ര വർഷമല്ലേ ഉള്ളൂ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ആകെ തളർന്നു പോയി. ആളൂർ സാർ, സ്വാഭാവികമായും ഇതിൻ്റെ തുടക്കം ആളൂർ സാറിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഈ അമ്മയുടെ കണ്ണീരിന് നീതി ലഭിച്ചോ? തീർച്ചയായിട്ടും അമ്മയ്ക്ക് നീതി ലഭിച്ചോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഓരോ സംരംഭങ്ങളും ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോലീസ്. ഈ പോലീസ് ആവശ്യമായ രേഖകൾ, ആവശ്യമായ തെളിവുകൾ, ആവശ്യമായ സാക്ഷികൾ, അതാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഈ കേസ് ഒരു ചാർജ് ഷീറ്റായി കോടതിയിൽ വരുന്നു. അവിടെ പ്രോസിക്യൂഷൻ്റെ വാദം നിരത്താനായിട്ടൊരു അഭിഭാഷകനെ നിയോഗിക്കുന്നു. അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയാലും
അങ്ങനെയാണ് നീതിയുടെ തുടക്കം. ആ നീതി നിഷേധിക്കുന്നത് ഒരു പക്ഷേ സാക്ഷികൾ ആവശ്യമായി സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ കോടതിയിൽ കേസ് വേണ്ട വിധം പോലെ അവതരിപ്പിക്കപ്പെടില്ല. പിന്നെ ആ അവതരണം അത് പരാജയം, പ്രോസിക്യൂഷൻ പരാജയം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വിജയം. ഇവിടെ ഒരു പ്രതിഭാഗം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും ഈ പ്രോസിക്യൂഷൻ്റെ പരാജയത്തിലും അതുപോലെ വിജയത്തിലും മുന്നിയാണ് ആ കേസ് നടക്കുന്നത്. കോടതികൾ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള പല കോടതികളിലും പ്രതിഭാഗത്തിൻ്റെ വിചാരണ കണക്കാക്കാറില്ല. പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകൾ കുറ്റം തെളിയിക്കാൻ ആവശ്യമായതാണോ ആ ഒരു കണ്ടെത്തലുകളാണ് സാധാരണ കോടതിയിൽ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തലുകൾ ഊന്നിയാണ് ഒരു വ്യക്തിക്ക് നീതി ലഭിക്കുക അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുക. തൃശ്ശൂർ കോടതിയിൽ 7 മാസത്തോളമാണ് ഈ കേസിന്റെ വിചാരണ നടന്നത്. ഹൈക്കോടതിയിൽ 3 മാസത്തോളമാണ് വിചാരണ നടന്നത്. അതിനുശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. പക്ഷേ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ വെറും അരമണിക്കൂർ കൊണ്ട് ഇത് വെറും ഒരു പിടിച്ചുപറി കേസോ മോഷണ കേസുകളൊന്നും അല്ല. ഇതൊരു പെൺകുട്ടിയുടെ ജീവനുമായി ബന്ധപ്പെട്ട് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ നിഷ്ഠൂരമായി കൊല ചെയ്ത ഒരു കൊലപാതക കുറ്റമാണ്. പക്ഷെ അതിനെ ഒരു അരമണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഒരു കോടതിക്ക് വിധി പറയാൻ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? കീഴ്ക്കോടതികളെയും അപ്പീൽ കോടതികളെയും ജഡ്ജിമാരെ എന്ന് പറയുന്നത് അവർക്ക് കീഴ്ക്കോടതിയിലെ കേസ് വിശദമായി പരിശോധിച്ച് വേണം ഹൈക്കോടതിയിൽ വിധി പറയാൻ. എന്നാൽ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഒരു നിയമത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ഊന്നിയ നിയമം എന്താണ്, അതിൽ എന്തെല്ലാം തെളിവുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മർഡർ എന്ന് തെളിയിക്കാനായിട്ടുള്ള രേഖകൾ എന്താണ്, എവിഡൻസ് എന്താണ്, അതുമാത്രമാണ് കോടതി നോക്കിയതും. കോടതി മറ്റുള്ള സെക്ഷൻ റേപ്പ് ആയാലും 394, 97 ആയാലും 447 റെയിൽവേയിലേക്ക് അതിക്രമിച്ച് കിടക്കുക, ഇതിനെക്കുറിച്ചൊരു ചർച്ച പോലും നടന്നിട്ടില്ല. വധശിക്ഷ റദ്ദാക്കണമോ വേണ്ടയോ? ഇന്നത്തെ ഒരു 60% നാഷണൽസ് എല്ലാം വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞു. പക്ഷേ ശിക്ഷകൾ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ. ആ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാത്തിടത്തോളം കാലം ഇന്ന് ഇന്ത്യയിലല്ല ലോകത്തിലൊരു കേസും ആവശ്യമായ രീതിയിൽ നിർണയത്തിലെത്താൻ കോടതിക്ക് സാധിക്കില്ല. അന്ന് വിധി വന്ന ദിവസം കേരളം മൊത്തം കത്തി പടരുന്ന രീതിയിലായിരുന്നു ജനങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരുന്നത്. അത് സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും മറ്റു പല മീഡിയ വഴിയും ജനങ്ങളാകെ റോഡിൽ കാണുന്നവർ വരെ പറഞ്ഞത് തെളിവുകളില്ലാതെയാണോ. അപ്പീൽ കോടതിയിൽ പോവുക എന്നുള്ളത് പ്രതിയുടെ അവകാശമാണ്. അവിടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്ന മുറിവുകൾ. ശരീരത്തിലെ പല ഭാഗത്തും മൊത്തം 24 മുറിവുകൾ ഉണ്ടായിരുന്നതാണ് അവിടെയുള്ള പോസ്റ്റ്മോർട്ടം സർജൻ പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ. അതിൽ എല്ലാ മുറിവുകളും കുട്ടിയുടെ മരണത്തിലേക്ക് കാരണമാകുന്ന മുറിവുകളാണോ, അതാണ് കോടതിയിൽ സമർത്ഥിക്കേണ്ടത്. അതിൽ 1, 2 മുറിവുകൾ, ഒന്നാമത്തെ മുറിവ് അത് ഗോവിന്ദസ്വാമി എന്ന പ്രതി ഉണ്ടാക്കിയതാണെന്നും, രണ്ടാമത്തെ മുറിവ് അവിടെ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവർ പറഞ്ഞതനുസരിച്ച് ട്രെയിനിൽ നിന്നും വീണോ അല്ലെങ്കിൽ തള്ളിയിട്ടോ ചാടിയോ ഉണ്ടാകുന്ന പരിക്കുകളാണ്. ഈ 2 പരിക്കുകളും ഒന്നിച്ചായാൽ മാത്രമേ മരണകാരണമാകുന്നുള്ളൂ. രണ്ടാമത്തെ പരിക്ക് പ്രതിയല്ല ഉണ്ടാക്കിയതെങ്കിൽ എങ്ങനെയാണ് ഒരു കേസിൽ പ്രതിയെ ശിക്ഷിക്കുന്നത്? ഒന്നാമത്തെ മുറിവെന്ന് പറയുന്നത് വളരെ ചെറിയ മുറിവാണ്. നെറ്റിയിൽ വീണ്ടും വീണ്ടും ഒരു പ്രതലത്തിൽ അടിച്ചുണ്ടാക്കിയ മുറിവാണ്. ആ മുറിവിൽ ഒരാൾക്ക് മരണകാരണം സംഭവിക്കില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അന്നമ്മ, ഈ ഫോറൻസിക് ഒരു വിദഗ്ധ എന്ന നിലയിൽ എന്തൊക്കെയാണ് ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുന്ന തെളിവുകൾ? 2 രീതിയിലാണ് എവിഡൻസ് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നായി വിറ്റ്നസ്, ഈ ദൃക്സാക്ഷി പറയുന്ന സ്റ്റേറ്റ്മെന്റ് എവിഡൻസ്. 2 അവിടെയുള്ള സയന്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ നിശബ്ദ സാക്ഷികൾ, സൈലന്റ് വിറ്റ്നസ് എന്ന് പറയും. കാരണം അതിന് ഇപ്പോൾ ഒരുപാട് പ്രാധാന്യം ഇനിയുള്ള കാലത്ത് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ആരും സാക്ഷിയെ നിർത്തി ഇതിനൊന്നും ഐ വിറ്റ്നസ് ഉണ്ടാവില്ല. ഇനി അഥവാ ഒരു ഐ വിറ്റ്നസ് ഉണ്ടായാൽ അതിനുണ്ടാകാവുന്ന ഡ്രോബാക്സ് നമുക്കറിയാം. സാക്ഷി വിചാരണ സമയത്ത് ഹോസ്റ്റൈലാകുക അല്ലെങ്കിൽ കൂറുമാറുക, ഇത് ഉണ്ടാകാവുന്നതാണ്. ചിലപ്പോൾ മനഃപൂർവ്വം കള്ളം പറയാം സാക്ഷി. പക്ഷേ എന്നാൽ ഈ രണ്ടാമത്തെ എവിഡൻസ്, ഈ സയന്റിഫിക് എവിഡൻസ്, ഇത് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നിശബ്ദ സാക്ഷിയാണ്. ഒരു പ്രതി കുറ്റം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ലീവ് ചെയ്ത് പോകുന്ന എവിഡൻസ്, ആ എവിഡൻസിന്റെ കളക്ഷൻ, അതാണ് പ്രതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന എവിഡൻസ്. മറ്റേത് ഡോക്ടർ പറയുന്നത് മരണകാരണത്തിലേക്ക് എത്തിച്ചേരുന്ന എവിഡൻസ്. അപ്പോൾ ഒരു പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന എവിഡൻസ് ആണ് പരമാവധി നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പ്രതിയുടെ സാന്നിധ്യം തെളിയിക്കേണ്ട എവിഡൻസ്. അത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കുറ്റകൃത്യം റിപ്പോർട്ടായാൽ ആ ഫസ്റ്റ് ഓഫീസർ
പോലീസ് ഓഫീസർ ചെല്ലുന്ന ആ സെക്കൻഡിൽ തന്നെ ആ സീൻ ബന്ദോബസ്തിലാക്കുക, അത് പ്രൊട്ടക്ട് ചെയ്യുക, പരമാവധി ആ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. മേഡം, ഈ കുട്ടിയുടെ തന്നെ തല വളരെ ബലമായി ഇടിച്ചിട്ടാണ് ഈ കുട്ടി ഒരു കോമ സ്റ്റേജിലേക്ക് വരെ പോയത്. അതൊരു മരണകാരണമല്ലേ? തലക്ക് ഇഞ്ചുറി ഏറ്റ് ബ്രെയിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണകാരണമായിട്ടുള്ള ഒരു ഇഞ്ചുറി. ആളൂർ സാർ പറയുന്നത് അതൊരു മരണകാരണമായി കോടതി കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മരണകാരണമായിട്ടുള്ള ഒരു ഇഞ്ചുറിയും കപ്പിൾഡ് വിത്ത് അതും അതിന്റെ കൂടെ ഈ ലങ്സിലേക്കുള്ള ബ്ലഡിന്റെ ആസ്പിറേഷൻ എന്നാണ് ആ ഫോറൻസിക് സർജൻ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ്. ഇവിടെ ഈ തല പലതവണ ഇടിച്ചിട്ടുള്ള ഒരു ഇഞ്ചുറി ഉള്ള ഒരു വിക്ടിമിന് ബ്രെയിൻ ഡാമേജ് ആവും, അതിന്റെ സുബോധം നഷ്ടപ്പെടാം, ഓർമ്മശക്തി നഷ്ടപ്പെടാം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ചൊരു അവബോധം ഇല്ലാത്ത ഒരു സ്റ്റേജിലെത്താം. അപ്പം അങ്ങനെ അബോധാവസ്ഥയിലായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും ചാടാൻ പറ്റിയല്ല, സ്വയം ചാടാൻ പറ്റിയല്ല. അപ്പോൾ അതിന് അവിടെ ഒരു ചെറിയ പുഷോ അല്ലെങ്കിൽ ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ജമ്പ് എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ഒരു സംഭവം ആകാം അവിടെ ഉണ്ടായിട്ടുള്ളത്. ചാടിയതിന് ശേഷമാണല്ലോ തലക്കുള്ള ഡാമേജ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടറുടെ വെർഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് ഈ പറയുന്ന ഇവിടുത്തെ ആരോപിക്കപ്പെട്ട കുറ്റവാളിയുടെ പ്രസൻസ് ട്രെയിനിൽ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ട്രെയിനിൽ ഇയാളുടെ പ്രസൻസ് ഉണ്ട്, അത് സയന്റിഫിക്കായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ്, ഇയാളുടെ ബട്ടൺ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ ഒരു പിടിവലി ഉണ്ടായിട്ടുണ്ട്, അതിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടു, ദൃക്സാക്ഷി, 4-ാം സാക്ഷി, 40-ാം സാക്ഷി, കരച്ചിൽ കേട്ട സാക്ഷിയുണ്ട്. ഈ ചാടുന്നു എന്ന്, അതായത് താഴേക്ക് വീഴുന്നു എന്ന് പറയുന്ന കണ്ട 4-ാം സാക്ഷി, കേട്ടറിഞ്ഞ് 40-ാം സാക്ഷി പറയുന്നു. പക്ഷേ ഈ 40-ാം സാക്ഷി ഇയാൾ താഴേക്ക് ചാടുന്നത് കണ്ടിട്ടുണ്ട്, അതിന് ദൃക്സാക്ഷിയുണ്ട്. അപ്പോൾ ഇയാളുടെ ഫിസിക്കൽ പ്രസൻസ് തുടക്കത്തിലുണ്ടെന്നുള്ളത് നമ്മൾ ഈ സ്ട്രഗിള്, ഈ ബട്ടൺ, അതേ കാര്യത്തിൽ അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത് ഇയാൾ പുറകെ ചാടിയെങ്കിൽ അതിൽ നിന്നൊരു ഇന്റൻഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തിനാണ് ഇയാൾ പുറകെ ചാടിയത്. അപ്പോൾ പുറകെ ചാടി എന്നുള്ള ആ ഭാഗം അവിടെ കണ്ടിന്യൂറ്റി ഇയാളുടെ പ്രസൻസ് കിട്ടുന്നുണ്ട്. ദെൻ അടുത്തത് ഇയാൾ ഇവിടെ നിന്ന് എടുത്തു പൊക്കി റേപ്പ് നടന്ന സ്ഥലം വരെ കൊണ്ടുപോയിട്ടുണ്ടാകണം. അപ്പോൾ അത് ഇയാളുടെ ബ്ലഡ്, ഈ ഡ്രസ്സ് മുഴുവൻ ഷർട്ട് തൊട്ട് താഴെ വരെ അണ്ടർ ഗാർമെന്റ്സ് ഉൾപ്പെടെ ബ്ലഡ് സ്റ്റെയിൻഡ് ആണ്. അപ്പോൾ അത്രയും ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ എടുത്തു പൊക്കി കൊണ്ടുപോയാലാണ് ഇത്രയും ബ്ലഡ് സ്റ്റെയിന് ഇയാളുടെ ഡ്രസ്സേ വരാനുള്ള ഒരു സാധ്യത. ദെൻ ലാസ്റ്റ് റേപ്പ് നടന്ന സ്ഥലത്ത് അത് വജൈനൽ സ്വാബ്, അതിലെ DNA, ഇയാളുടെ പ്രസൻസ് അവിടെ പ്രൂവ് ചെയ്തിരിക്കുക. സൗമ്യയുടെ നെയിൽ ക്ലിപ്പിംഗ്സിൽ ഇയാളുടെ ടിഷ്യൂസ് വെച്ച് അയാളുടെ പ്രസൻസ് അവിടെ പ്രൂവ് ചെയ്തിരിക്കുക, അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സയന്റിഫിക് എവിഡൻസ് ഈ തുടക്കം തൊട്ട് ട്രെയിനിൽ ഇയാളുടെ പ്രസൻസ് തൊട്ട് അവിടെ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ഇയാളുടെ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചുറിയിലൂടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചുറി ഉണ്ടാക്കിയ ആള് മരണത്തിന് ഉത്തരവാദി ആണോ അല്ലയോ അത് ഡിസൈഡ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കോടതി. ഒരേ ഒരു നിമിഷം തൂക്കിലേറ്റുക എന്ന് പറയുന്ന ഒരു നിമിഷത്തെ വേദന മാത്രം കൊടുത്താൽ മതിയോ, അതോ ആജീവനാന്തം അയാൾ വേദന അനുഭവിച്ചു മരിക്കണം എന്നാണ് പൊതുജനത്തിന്റെ അഭിപ്രായം? അമ്മ എന്ത് പറയുന്നു? അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അവിടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം എൻ്റെ മോളെ എത്രത്തോളം വേദന സഹിച്ചോ അതേപോലെ തന്നെ അവന് ഇഞ്ചായി അവൻ വേദന അനുഭവിച്ച് വേണം അവൻ മരിക്കാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് ഞാൻ ഓരോ ദിവസം അതിനാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോള് എങ്ങനെ വേദന സഹിച്ചോ അതുപോലെ അവൻ മരിച്ചു കാണണമെന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടെന്ന് ഞാൻ ജീവിക്കണത് തന്നെ. കാരണം എൻ്റെ മോളെങ്ങനെ ആക്കി അവൻ. അമ്മ, ഞങ്ങൾ വീണ്ടും തിരികെ അമ്മയുടെ അടുത്തേക്ക് വരാം. നമുക്ക് ഇവിടെ ഉള്ളവരുമായി ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. സാൻഡി മാത്യൂസ് പറയൂ, എന്താണ് പറയാൻ? നമ്മളോടൊപ്പം കൊച്ചിൻ സ്റ്റുഡിയോയിലുള്ള ആ അമ്മയുടെ നുറുങ്ങുന്ന ഹൃദയത്തിൻ്റെ മുൻപിൽ, അമ്മയുടെ നിറഞ്ഞ കണ്ണുകളുടെ മുമ്പിൽ കേരള മനസാക്ഷിക്ക് വേണ്ടി അമ്മയുടെ പാദത്തിങ്ങൾ ഞങ്ങൾ കേരളം മൊത്തം തലകുനിക്കുകയാണ്. കാരണം ഒരു നൊന്തുപറ്റ അമ്മയ്ക്ക് ഒരു മകളുടെ ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗത്തിൻ്റെ വിലയറിയും. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രയാസം, എനിക്ക് തോന്നുന്ന പല ചർച്ചകളിലും നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രയാസപ്പെട്ട ഒരു മനസ്സ് ഇത്രയും ആളുകളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത്രമാത്രം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണിത്. പല കേസുകളിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് വലിയ വിധികൾ ഉണ്ടായിട്ടുള്ള രാജ്യമാണിത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ദ്രവിച്ച നീതിന്യായ സംവിധാനം 1872 ഇന്ത്യൻ എവിഡൻസ് ആക്റ്റാണ് നമ്മളിപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ആളൂർ അഡ്വക്കേറ്റും ബഹുമാനപ്പെട്ട വിനീത് അഡ്വക്കേറ്റും ഒക്കെ ഇവിടെയുണ്ട്. 1872 അതിന് കാര്യമാത്രമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ഇന്നും വന്നിട്ടില്ല.
അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന കാലഘട്ടത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത പല നിയമങ്ങളും ഇന്ന് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ദയനീയമായിട്ട് അത് ഇന്നും അതേപോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ കമ്പാർട്ട്മെൻറ്റിൽ ഈ പെൺകുട്ടിയും ഈ ഗോവിന്ദച്ചാമിയും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് അവസാനത്തെ സാക്ഷിമൊഴികളുണ്ട്. ഗോവിന്ദച്ചാമിയും ഈ കുട്ടിയും മാത്രമുള്ളപ്പോൾ എങ്ങനെ ഈ കുട്ടി കമ്പാർട്ട്മെൻറ്റിന് വെളിയിലേക്ക് പോകും? ഇനി സ്വന്തമായിട്ട് എടുത്ത് ചാടിയതാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചാടിയതാണെന്ന് പോലും കണ്ടെത്തിക്കൂടെ? ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പറയുന്ന തെളിവുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ ഒരാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് നമ്മൾ വിധിച്ചു കഴിഞ്ഞു. ഒരു വനിതാ കമ്മീഷൻ വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? വളരെയേറെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് നമ്മൾ സൗമ്യ കേസിൽ കേൾക്കേണ്ടി വന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ തെളിവുകളും പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയാൻ മാത്രമുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പോൾ സൗമ്യ വധക്കേസിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ സൗമ്യയെ കൊലപ്പെടുത്തിയ കുറ്റവാളിയെ ഏത് തരത്തിൽ ശിക്ഷിക്കാം എന്നതിനേക്കാൾ ഉപരി ആ പ്രതിക്ക് ഏത് തരത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് നോക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സബ് ജുഡീസാണോ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ. എങ്കിൽ തന്നെ അത് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം നമ്മുടെ ഒരു കുഞ്ഞ് ഇത്തരത്തിൽ അതിനിഷ്ഠൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് എല്ലാ സയൻറ്റിഫിക് തെളിവുകളും ഉള്ള ഒരു കേസിൽ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ കീഴ്ക്കോടതിയിലുമൊക്കെ തന്നെ ഇതേ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ ഈ ഗോവിന്ദച്ചാമിക്ക് പരമാവധി ശിക്ഷ വിധിച്ചിട്ടുള്ള സന്ദർഭത്തിൽ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയിൽ കുറേയൊക്കെ ലാഘവത്തോടുകൂടി ഈ കേസിനെ കണ്ടു എന്നത് നമ്മൾ പറയേണ്ടി വരികയാണ്. നമുക്ക് ഇതിൽ നിന്ന് കേൾക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഒരു ലാഘവത്വം ഇതിൽ പലപ്പോഴും ഫീൽ ചെയ്യുന്നില്ലേ? അതൊന്ന് കൊടുക്കൂ. വിത്ത് റെസ്പെക്ട് ഓൾ ഓഫ് യു, ഞാൻ അഭിഭാഷകനാണ്, നിയമ വിദ്യാർത്ഥിയുമാണ്. ഒരുപാട് പേര് അവരവരുടെ വേർഷൻസ് ഇവിടെ അവതരിപ്പിച്ചു. സോ വിത്ത് റെസ്പെക്ട് യു, ഹൗ ക്യാൻ യു ജഡ്ജ് ദാറ്റ് എൻ്റെ വികാരം ഇന്നതാണെന്ന്? നമ്മളെക്കാൾ വളരെയധികം ബുദ്ധിയുള്ളവരും വളരെയധികം ദീർഘവീക്ഷണമുള്ളവരും എഴുതി വെച്ചതാണ് നിയമം. ഇനി ഒരു ന്യായാധിപൻ്റെ മനസ്സെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് മുതിർന്ന അഭിഭാഷകനും ബഹുമാനപ്പെട്ട IPS ഓഫീസറും മാഡം ഇരിപ്പുണ്ട്. ന്യായാധിപൻ എങ്ങനെയായിരിക്കണം? ഇടതുഭാഗം അക്യൂസിന് വേണ്ടി വാദിക്കുന്നു, വലതുഭാഗം പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കുന്നു. എൻ്റെ വികാരമാണ് ഞാൻ മുമ്പിൽ കാണേണ്ടത്. ഞാൻ 21 വയസ്സായ പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. ആ അമ്മയുടെ വികാരം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ആദ്യമേ എഡ്യൂക്കേഷൻ വേണ്ടത് എനിക്കാണ്. ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നു, എൻ്റെ സഹോദരിയാണ്, ഞാൻ എങ്ങനെ കാണണമെന്നുള്ളത്. ആ വ്യവസ്ഥ മാറാതെ ഒരിക്കലും നമുക്ക് ഈ വികാരം മാറ്റാൻ പറ്റില്ല. സർ, ഈ കേസിൽ പ്രത്യേകിച്ച് ഈ വ്യക്തി ഈ കുട്ടിയെ അതിക്രമിക്കുകയും പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ഒറ്റ കേസായി കാണാതെ തനിയെ വെവ്വേറെ കേസുകളായി പരിഗണിച്ചുകൊണ്ടാണ് വിധി പ്രഖ്യാപിച്ചത്. എന്താണ് അങ്ങനെ ഒരു വിധി എന്ന് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. വളരെ നിയമപരമായിട്ട് തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണ് ഒരു കേസിൻ്റെ വിധി പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണെന്ന് വ്യക്തമായി കണ്ട ഒരു കേസാണ്. അതിനുശേഷം ഇത് സുപ്രീം കോടതിയിൽ പ്രതിയുടെ അപ്പീൽ എത്തിയ സമയത്താണ് സുപ്രീം കോടതി കണ്ടെത്തിയത് ഇതിനകത്ത് 302 IPC പ്രകാരമുള്ള വകുപ്പ് ഇതിനകത്ത് നിലനിൽക്കാൻ സാധ്യതയില്ല. അതായത് ഒരു മധ്യവയസ്കൻ, ആ മധ്യവയസ്കൻ സാക്ഷിയായിട്ട് വിസ്തരിക്കപ്പെട്ടില്ല. ഈ 4ാം സാക്ഷിയോടും 40ാം സാക്ഷിയോടും പറഞ്ഞതായിട്ട് ഹിയർസേ എവിഡൻസിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് സൗമ്യ ചാടുന്നത് അയാൾ കണ്ടു എന്ന്. അപ്പോൾ ഈ സൗമ്യ ചാടുന്നത് അയാൾ കണ്ടു എന്ന് പറഞ്ഞ് വിസ്തരിക്കാത്ത ഒരു സാക്ഷിയുടെ ഒരു എവിഡൻസിൽ ഒരു അല്പം ഇമ്പോർട്ടൻസ് കോടതി ആ സമയത്ത് കൊടുത്ത് കണ്ടോ എന്നുള്ളൊരു ഭാഗം പരിശോധിക്കണമെന്നുള്ളതും കൂടെ കൊണ്ടാണ് ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ തന്നെ ഒരു തുടിപ്പായി മാറിയ തീരുമാനം ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ട് അത് ആർട്ടിക്കിൾ 137 പ്രകാരം ഇപ്പോൾ പുനഃപരിശോധനാ ഹർജിയായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുന്നത്. ഇതിലൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്, ഡോക്ടർ ഷെർലി വാസുവിൻ്റെ മൊഴി ഡോക്യുമെൻ്ററി ആയിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മുടിയിൽ ചുറ്റിപ്പിടിച്ച് ഒരു പ്ലെയിൻ പ്രതലത്തിൽ വളരെ ശക്തിയായിട്ട് 4-5 ഇങ്ങനെ പറയുന്നത് 4-5 ഫോഴ്സ്ഫുൾ ഹിറ്റ്
തലയ്ക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് റിഫ്ലെക്സ് ആക്ഷൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർക്ക് തനിയെ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടാനുള്ളൊരു റിഫ്ലെക്സ് ഉണ്ടാവില്ല. ഈ സൗമ്യ വന്ന് വീണതിൽ നിന്ന് തന്നെ, അതായത് 13 പല്ലുകൾ ആ കൃത്യസ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും റിഫ്ലെക്സോടുകൂടി ഒരാൾ എടുത്തു ചാടുന്നു എങ്കിൽ നമ്മളുടെ ഒരു ഓട്ടോമാറ്റിക് റിഫ്ലെക്സ് ആക്ഷനിലും പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിലും നമ്മുടെ കൈ കുത്തുകയോ അല്ലെങ്കിൽ കാല് കുത്തുകയോ ചെയ്തിട്ടേ വീഴത്തുള്ളൂ. തള്ളിയിട്ടത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നേരെ ഈ ഭാഗം, മുഖത്തിൻ്റെ ഭാഗം തന്നെ വന്ന് അടിച്ചിട്ടാണ് 14 പല്ലുകൾ പോയിരിക്കുന്നതും കയ്യിലൊന്നും ഒരു പരുക്കുമില്ല. ഈ 24 പരിക്കുകൾ എന്ന് പറഞ്ഞാൽ കൂടാതെ തന്നെ ഈ രണ്ടാമത് വന്നിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സൗമ്യയെ കീഴ്പ്പെടുത്തിയിട്ട് റേപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണെന്നും അതിനകത്ത് തെളിവുകൾ കൊണ്ട് കാണാമെന്നാണ് എവിഡൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്റെ ജീവൻ അപായമുണ്ട് എന്ന് തോന്നുന്ന നിമിഷത്തിൽ ആ വ്യക്തി ട്രെയിനിൽ നിന്ന് ചാടുമ്പോൾ അതിനൊരു പ്രേരണാ കുറ്റം, അതായത് ഇതിനകത്ത് ഈ സൗമ്യ നേരത്തെ മാഡം ഇവിടെ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് അതിനകത്തുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് ഗോവിന്ദസ്വാമി അതിനകത്ത് കയറുന്നത്. അത് കാണുന്ന സാക്ഷികളുണ്ട്. അതിനുശേഷം അവരോടൊപ്പം അവസാനം സൗമ്യയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുടുംബം, ഒരു റെജീന എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഒരു കുടുംബം അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇത് ഫോഴ്സ്ഫുൾ ഹിറ്റിൽ ഇയാൾ പുറത്ത് ചാടി എന്നുള്ളതിൻ്റെ മറ്റൊരു തള്ളിയിട്ടതാണെന്നുള്ളതിൻ്റെ മറ്റൊരു പ്രധാന തെളിവ് എന്തെന്ന് പറഞ്ഞാൽ ഈ 4ാം സാക്ഷി കാണുന്ന ഒരു കാര്യമുണ്ട്. 4ാം സാക്ഷി കാണുന്നത് ഇയാൾ ഒരു കയ്യിൽ ഈ 15 കിലോമീറ്റർ സ്പീഡിൽ മാത്രമാണ് ഈ പാസഞ്ചർ ട്രെയിൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യുന്ന സമയത്ത്, വിടുന്ന സമയത്ത് ഒരു കയ്യിൽ അതിനോടൊപ്പം ഓടിയിട്ട് ഇയാൾ താഴെ ഇറങ്ങുന്നത് ഈ 4ാം സാക്ഷി വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 4ാം സാക്ഷി ഗോവിന്ദസ്വാമിയോട് പറയുന്നു ഇയാൾ എന്താ കാണിക്കാൻ പോകുന്നത് ഇതിനകത്ത് എന്നുള്ള രീതിയിലൊരു സംസാരം നടക്കുന്നു. അത് ആ സംസാരം കേട്ട് കൊറാബറേറ്റ് ചെയ്തിട്ട് പറയുന്നത് 40ാം സാക്ഷിയാണ്. അപ്പോൾ ആ ഒരു എവിഡൻസും എന്തിന്, അതായത് ഇപ്പോൾ അവളെടുത്ത് ചാടിയതാണ് എങ്കിൽ ഇയാൾ ഇന്റൻഷനലി തള്ളിയിട്ടിട്ട് ഈ റേപ്പ് ചെയ്യാനായിട്ടുള്ള ഇന്റൻഷൻ ഇല്ലായിരുന്നു എങ്കിൽ ഇയാൾ ഇതിന്റെ കൂടെ ഇറങ്ങത്തില്ല. ഇത്രയും സെക്ഷുവലി ഒരു പെർവർഷൻ ഉള്ള ഒരാൾ ഇത്രയധികം നമുക്ക് ആധികാരികമായി ന്യായീകരിക്കാൻ സാധിക്കും? ചേച്ചി നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ആസ് എ പ്രൊഫഷണൽ ഞാൻ ക്രിമിനൽസിൻ്റെ അങ്ങനെ ഒരു നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് വരുന്ന ആരായാലും അവരുടെ കൗൺസിലിംഗ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ അതിനകത്തിലൊരു നമുക്ക് ആ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ പറയാണ്, പലരും തന്നെ വന്ന് സംസാരിക്കുമ്പോൾ കുമ്പസാര രഹസ്യം പോലെ ഞങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറയാറുണ്ട്, അതായത് സെക്ഷലി തന്നെ ഉള്ള അവരുടെ കുറേ ഫ്രസ്ട്രേഷൻസ് ആണ് തുറന്നു പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു കേസ് തന്നെ വയ്ക്കും. അവൻ മൈനറാണ്, അച്ഛൻ്റെ സഹോദരിയാണ് റേപ്പ് ചെയ്തത്. അപ്പോൾ അവൻ മദ്യം കഴിച്ചിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, ഒന്നുമില്ല. അവൻ പറഞ്ഞൊരു കാര്യം, അവൻ പോൺ മൂവീസിന് അഡിക്റ്റഡ് ആണ്. അപ്പോൾ അച്ഛൻ്റെ സഹോദരിയാണ്, പ്രായമായ സ്ത്രീയാണ്. അവന് ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ അവരെ കണ്ടിട്ട്, അച്ഛൻ്റെ സഹോദരിയെ കണ്ടിട്ട് മദ്യവും മയക്കുമരുന്നും ഒന്നും തലയ്ക്കകത്തില്ലാത്ത ഒരുത്തന് ഈ പോൺ മൂവീസിൻ്റെ അഡിക്ഷനിൽ അവരെ റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. സെക്ഷലി ഒരു നോർമൽ സെക്സിനേക്കാൾ ഉപരിയായിട്ട് ഒരു അബ്നോർമൽ ഇതിൻ്റെ ഒരു ഇത് ഈ പോൺ മൂവീസ് വഴി ഒരുപാട് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അമ്മമാർ ഒരുപാട് പേരായിട്ട് ദിവസം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികളുടെ അമ്മമാർക്ക് ഭയങ്കര ഭീതി കൂടിയിരിക്കുകയാണ് ഈ ഒരു വിധിയോട് കൂടി തന്നെ. ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഒരു പെൺകുട്ടിയെ അതിദാരുണമായി ക്രൂരമായി അയാൾ ബലാത്സംഗം ചെയ്തു. പക്ഷേ എങ്ങനെയും എനിക്ക് ഇവളെ കൊന്നിട്ടാണെങ്കിൽ എനിക്ക് ഈ ശരീരം കീഴ്പ്പെടുത്തിയേ മതിയാവൂ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്? ഒന്ന്, ഗോവിന്ദസ്വാമി ഒരു മോഷ്ടാവാണ് എന്ന് അവസാന നിഗമനത്തിലെത്തുന്നത് തന്നെ അപകടകരമായ നിരീക്ഷണമാണ്. അയാൾ ഒറ്റക്കൈനാണ്. അയാൾക്ക് ഒറ്റക്കൈ ആയതുകൊണ്ട് ഇത്രയും ശക്തിയില്ല. കോടതി കണ്ടെത്തിയത് അതൊക്കെയായിരുന്നു. അല്ല, അത്തരം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിഗമനങ്ങളാണ്. അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഉള്ള ലോയേഴ്സിന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിയാക്കപ്പെടുന്ന ഒരാൾക്ക് അയാളുടെ ഭാഗം ശരിയാണ്, ഞാൻ സത്യസന്ധനാണ് അല്ലെങ്കിൽ നിഷ്കളങ്കനാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അവകാശമാണ്. അത് സ്വാഭാവികമാണ്. അദ്ദേഹം ലോയർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നു. പക്ഷെ നമ്മൾ കാണുന്നത്
ഈ വിഷയത്തിൽ വധശിക്ഷ എന്ന ഏറ്റവും വലിയ നൈതിക പ്രശ്നത്തെയും സൗമ്യ കേസിനെയും ഒരേ തുലാസിൻ്റെ 2 തട്ടിൽ വെച്ചല്ല വിശകലനം ചെയ്യേണ്ടത്. ഒന്നത്, വധശിക്ഷ എന്ന നൈതിക പ്രശ്നത്തെ ഒരു ആധുനിക സമൂഹം അത്തരം ഒരു പ്രാകൃതമായ ശിക്ഷാവിധിയാണത്. അത് ഒരു തർക്കമില്ലാതെ. ശിക്ഷ എന്നാൽ ഒരാൾക്ക് തിരുത്താനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ്. ശിക്ഷ എന്ന വാക്കിൻ്റെ എറ്റിമോളജിനെ സൂചിപ്പിക്കുന്നത് അയാൾക്ക് തിരുത്താനുള്ള അവസരം വേണമെന്നാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ കേസിനെ കാണുന്നത് കേരള സൊസൈറ്റി, കേരള സമൂഹം, കേരള മനസാക്ഷി ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ സംസാരിച്ച എല്ലാ കുട്ടികളും എല്ലാ മനുഷ്യരും ഇതേ വേദന ഗോവിന്ദച്ചാമി അനുഭവിക്കണമെന്നും വധശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ സാമൂഹ്യ സാഹചര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് സൗമ്യ സഞ്ചരിച്ച് തൊഴിലെടുക്കാൻ പോകുന്നത്? ഞാനുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഏറെക്കുറെ സ്വതന്ത്രരായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയ ഒരു കേരള സാഹചര്യത്തിലാണ് അടിപോലെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭീതിയാണെന്ന് പറഞ്ഞല്ലോ, അതുണ്ടാക്കുന്ന ഒരു ഭീതി, അതിൻ്റെ ഒരു സോഷ്യൽ ഡൈമെൻഷൻ, ഈ വിഷയത്തിൽ സോഷ്യൽ ഡൈമെൻഷൻ കാണണം. പിന്നെ ഗോവിന്ദച്ചാമി വെറും മോഷ്ടാവാണ്, പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണം മാത്രമാണ്, ഒറ്റക്കൈനാൾ ഒരാൾ അങ്ങനെ നടക്കുകയാണ് എന്നൊന്നും കരുതാൻ നമുക്ക് ന്യായമില്ല. 94 മുതൽ ഒറ്റപ്പാലം തൃശ്ശൂർ ട്രെയിനിൽ നിരന്തരം സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ 94 മുതൽ 2006 വരെ നിരന്തരമായി ഡേ എക്സ്പ്രസ്സിലും ഐലൻഡ് എക്സ്പ്രസ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗോവിന്ദച്ചാമിയെ നിരന്തരമായി കണ്ടിട്ടുണ്ട്. പല ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളുടെ കളിപ്പിക്കുന്ന കളിപ്പാട്ടം ഇങ്ങനെ ഊതുമ്പോൾ നീട്ടിപ്പറക്കുന്നൊരു കളിപ്പാട്ടം കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളായിട്ട് 1-2 തവണ നമ്മൾ താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ അയാൾ തൊടുന്നത്, അയാൾ എങ്ങനെയാണ് ഈ കളിപ്പാട്ടം വിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കല്ല അയാളുടെ ലക്ഷ്യം, അമ്മമാരെ ലക്ഷ്യമാക്കുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള അധ്യാപികമാർ ഒന്നിച്ചിരുന്ന് വളരെ തിങ്ങി ഇരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഈ സീസൺ ടിക്കറ്റ് എടുത്ത് പോകുന്ന നമ്മുടെ ആ വെക്കേഷൻ കാലത്തെ യാത്രയ്ക്കിടയിൽ നമ്മുടെ മേത്ത് മുട്ടിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം അറിയാം. സിബി സർ, ഇത് പരമാവധി ശിക്ഷ കൊടുക്കേണ്ട കേസ് തന്നെയാണ് എന്ന് അഡ്വക്കേറ്റും പറയുന്നു. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം ഈ കേസുമായി, ഇതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടത്? ഈ വധശിക്ഷയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. 1995 ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന സീരിയൽ കില്ലറിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു, അത് നടപ്പിലാക്കി. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 3 പേരെ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 3 പേർക്കാണ് വധശിക്ഷ കൺഫേം ചെയ്ത് സുപ്രീം കോടതി നടപ്പിലാക്കാൻ പറഞ്ഞത്. അതൊന്ന് അജ്മൽ കസബാണ്, 2 അഫ്സൽ ഗുരു, 3-മത്തേത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ യാക്കൂബ് മേമോൻ. ഈ 3 കേസുകളുടെ സാഹചര്യം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് വധശിക്ഷ എപ്പോഴാണ് കൺഫേം ചെയ്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. അവരുടെ വിലയിരുത്തലിൽ ഗോവിന്ദസ്വാമി പ്രതിയായിട്ടുള്ള കേസിൽ അത്തരം ഒരു വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്രകാരം ഒരു തീരുമാനം എടുത്തുന്ന എൻ്റെ അഭിപ്രായം. ഇപ്പം നേരത്തെ പറഞ്ഞ ഇവരുടെയൊക്കെ കേസുകളിൽ വിധി പറയാൻ സുപ്രീം കോടതി ഒരുപാട് സമയമെടുത്തു. കേസ് കുറേ നാളത് വിചാരണ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഈ സൗമ്യയുടെ ഒരു കേസ് എത്ര വേഗത്തിലാണോ വിധി വരുന്നത്, ജനം ഒന്നാകെ ഞെട്ടിപ്പോയി. അതെന്തുകൊണ്ടാണ് ഈ ഒരു പാർഷ്യാലിറ്റി ഇതിൽ നടന്നത് എന്നുള്ളത് ആർക്കും ഒരു 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 എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഞെട്ടിത്തരിച്ചത്. കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ അപൂർവം ഒരു കേസ് തന്നെയാണ്, അല്ലേ? എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി അവിടെ പരിശോധിച്ചിട്ടുണ്ടാവുക ഫാക്ട്സ് ആയിരിക്കില്ല, വെദർ ദർ ഈസ് എവിഡൻസ്. അതായത് 300 എന്ന് പറയുന്ന ഒരു കൊലപാതകം നടന്നു എന്ന് കരുതാൻ ആവശ്യമായ തെളിവുണ്ടോ എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രം പരിശോധിച്ചിട്ടാണ് ഈ തീരുമാനത്തിലെത്തിയത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർ ഹൈക്കോടതിയുടെ വിധി അതേപോലെ ശരിവെക്കുകയാണ് ഉണ്ടായത്. കോടതി എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ടാണ് വിധി പറഞ്ഞത്. അരമണിക്കൂർ കൊണ്ട് വിധി പറഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. അന്നമ്മ ജോൺ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒന്നാമത്തൊരു മുറിവ് ഈ ഗോവിന്ദസ്വാമി അടിച്ച് പരിക്കേൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അതിന് എന്താണൊരു തെളിവ്? ഈ കുട്ടി ട്രെയിനുള്ളിൽ വെച്ച് സ്ക്രീം ചെയ്തു എന്ന് പറയുന്ന യാതൊരു തെളിവുമില്ല. അല്ലെങ്കിൽ ഉറക്കെ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ഉറക്കെ കൂക്കി വിളിക്കില്ലേ? പക്ഷെ സ്വന്തം ജീവൻ
മാനം എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു കുട്ടി എത്രമാത്രം അലറി വിളിക്കുമായിരിക്കാം. അത്രമാത്രം വിളിച്ചതിന്റെ തെളിവായിട്ടാണ് നമ്മൾ ആ റേപ്പ് ചെയ്ത സ്ഥലത്ത്, അവിടെ ഒരുപാട് അടി ഉയരത്തില് ഈ കുറ്റിക്കാടുകൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അതിന് കാണാൻ പറ്റാത്ത ആൾക്കാർ റോഡിന്റെ അതർ സൈഡിൽ നിന്ന് ഈ സ്ക്രീമിങ് ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ടിലുള്ള ഈ ഒച്ച കേട്ടാണ് അവിടെ വന്ന് നോക്കി അവിടെ ഒരു മനുഷ്യജീവൻ കിടപ്പുണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പൊ ആ കുട്ടിയുടെ സൗണ്ട് ഇത്രയും ചെറുതായി വരണമെങ്കിൽ അതിന്റെ കാരണം ഇത് ഉറക്കെ ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട്, കേൾക്കാൻ ആരുമില്ല. അപ്പൊ അതാണ് അത് സ്ക്രീം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തമായ തെളിവ് അതാണ്. അതിന്റെ ഉത്തരവാദി ഇയാളാണെന്നുള്ളതിനാണ് നമുക്ക് സയന്റിഫിക് ആയിട്ട് ഇയാളുടെ പ്രസൻസ് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ചോദ്യം കോടതിയും ചോദിച്ചിരുന്നു. ഒറ്റക്കൈനായ ഗോവിന്ദസ്വാമിയാണ് കുറ്റം ചെയ്തത്, അതുകൊണ്ട് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ എന്ന്. ഞാൻ ഈ കേസിലുടനീളം ഗോവിന്ദസ്വാമി ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഗോവിന്ദസ്വാമി അവിടെ കളവ് നടത്തുന്ന ഒരാളാണെന്നും ഈ കളവ് നടത്തുന്ന ആള് ടോട്ടൽ ഈ ട്രെയിനിൽ നിന്നും കളവ് നടത്തുന്ന ആളാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചതാണ്. അല്ലല്ല, അതില് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതായത് പെൺകുട്ടി മെഡിക്കലിൽ കഴിയവേ മരിച്ചതിനാലും പെൺകുട്ടിയുടെ ശ്വാസകോശത്തിൽ ബലാത്സംഗ സമയം കയറിയ രക്തം മരണകാരണമാകുമെന്ന് മെഡിക്കൽ വിജ്ഞാനവും അറിവും പ്രതിക്കില്ലായിരുന്നു. അപ്പോ അത് കൊലപാതകം ചെയ്യാനുള്ള അതായത് അതിൽ നിന്നൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഉറ്റുനോക്കുന്ന ഒരു സംഗതി MBBS പഠിച്ച ഒരാൾ ആണ് കൊല ചെയ്യേണ്ടിയിരുന്നതെന്നുള്ളതാണ് കോടതി. ഒന്ന്. രണ്ടാമത് ഒറ്റ കാര്യം കൂടി കോടതിയുടെ ഒരു അജ്ഞത സംഭവിച്ചൊരു കാര്യത്തിൽ ലാസ്റ്റ് സീൻ ടുഗദർ എന്നുള്ളൊരു സംഗതിയുണ്ട്. ഒന്നും സാധിച്ചില്ലെങ്കിലും ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഈ പെൺകുട്ടിയുടെ നഖത്തിനിടയിലും മറ്റേ ഈ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പ്രതിയുടെ ശരീരത്തിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ അറ്റംപ്റ്റ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ലാസ്റ്റ് സീൻ ടുഗദർ എന്നും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനിടയിൽ ഒരു ഇൻ്റർവെൻഷൻ മറ്റൊരാൾ വന്നു പെട്ടു എന്ന് അഡ്വക്കേറ്റ് ആളൂർ പറയുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മോഷണമായിരുന്നെന്ന്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ കുട്ടിയുടെ കയ്യിലിരുന്ന മനോഹരമായ ഒരു കർച്ചീഫ് ആയിരുന്നു എന്നുള്ള കോമഡി ഒന്നും ഈ രാജ്യത്തെ ജനങ്ങളോട് പറയരുതേ എന്നുള്ളൊരു സംഗതി. കേസ് വാദിച്ചു, ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതല്ലെങ്കിൽ അദ്ദേഹം ഈ പെൺകുട്ടിയിൽ നിന്നുള്ള മോഷണമായിരുന്നു ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി ഒരു കക്ഷിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉപരിയായിട്ട് എന്തായിരുന്നു ആ ഗോവിന്ദസ്വാമിയുടെ ഉദ്ദേശം? ട്രെയിനിൽ കളവ് നടത്തുക. അതുകൊണ്ടാണ് ഗോവിന്ദസ്വാമി പ്രതിയായതും. പിന്നെ ഉണ്ടാകുന്ന രേഖകൾ എങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. നമുക്ക് സൗമ്യയുടെ അമ്മയോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. എന്തെങ്കിലും ഒരിക്കൽ അമ്മയുടെ അടുത്ത് അമ്മ ട്രെയിനിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പലപ്പോഴും വരുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായതായിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. എന്ത് കാര്യം എന്നോട് തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലാണ് അവള്. ഒരു കാര്യം ഇന്ന് വരെ അവൾ മറച്ചു വെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു അവളെ ഇങ്ങനെ ഒരു ഈ ആളൂരം വക്കീൽ ഇങ്ങനെ ഓരോ വാക്കുകൾ അയാളെ സ്വന്തം മകളാണ് നിങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ അയാളിങ്ങനെ ചെല്ലൂ, ഇങ്ങനത്തെ ഒരു വാക്ക് പറയൂ. അയാള് ഒരു നെഞ്ച് പൊട്ടി ഞാൻ പറയാ, അവൻ എവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും ആ ആളൂരം വക്കീലിന് അയാളെ മകൾക്ക് ഇതിലും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കും. അതെന്റെ നെഞ്ച് അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാണ്. ഒരു വാക്ക് പറയരുത്. സൗമ്യയുടെ അമ്മയുടെ നിലവിൽ സാറിന് ഈ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ വേദന സാറിന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു മകൾ, ആ മകൾക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന ഓരോ അമ്മയുടെയും ഭീതി, അതിന്റെ ആഘാതം സാറിന് അറിയാത്തത് കൊണ്ടാണോ സാർ ഇത്ര ലാഘവത്തോടു കൂടി ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പലരും പറയുന്ന ഒരു വിമർശനമാണ്. ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് കുറ്റം സമ്മതിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ഈ വക്കീൽ പണി എനിക്ക് ഒഴിവാക്കേണ്ടി വരും. ഏതൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നാൽ എന്നോട് പോലീസുകാർ പറയുന്നത് ഞാൻ നടത്തുന്ന കേസിൽ എൻ്റെ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം. ഞാൻ പോലീസുകാരുടെ ഭാഗത്തോട് കുഞ്ഞിനോടാണ് ഗോവിന്ദസ്വാമി ഇങ്ങനെ ചെയ്തതെങ്കിലും നിങ്ങൾ ഇങ്ങനെ കേസെടുക്കും അല്ലേ? ആയിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വക്കീലിൻ്റെ ധർമ്മം എന്താണ്? സ്വന്തം മാതാവിനെയോ പിതാവിനെയോ കൊന്ന് വന്നാലും ആ വക്കീൽ ആ കേസ് എടുക്കണം. എടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പറയണം. അഭിഭാഷകൻ അറിയാം ഒരു വക്കീലിൻ്റെ ധർമ്മം എന്താണെന്ന്. ഇവിടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്കുമുണ്ട്.
ഈ കേസ് ഒരുപക്ഷെ ഞാനാണ് സാറിനാണ് നടത്തിയിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ കേസ് വന്നിരുന്നെങ്കിൽ സാർ ഏറ്റെടുക്കും അല്ലേ? അല്ല, ഒരു അഡ്വക്കേറ്റിന് ഒരു കേസ് വന്നാൽ അത് എടുക്കണോ വേണ്ടേന്ന് അയാൾക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. പ്രത്യേക കാരണമുണ്ടെങ്കിലേ അത് റിജക്ട് ചെയ്യാവുന്നതാണ് ബാർ കൗൺസിൽ റൂൾസ്. ഇപ്പോ നമ്മൾക്ക് പക്ഷെ അത് ഇത്രയും വലിയൊരു കാരണമുണ്ടല്ലോ. പാർലമെന്റ് അറ്റാക്ക് നമ്മുടെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണ സഭയിൽ കടന്നു കയറി ജവാന്മാരെ വെടിവെച്ച് കൊന്ന ആ ഒരു കേസിൽ പോലും അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്താനായിട്ടാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അമ്മേ, ഇപ്പൊ അഡ്വക്കേറ്റ് ആളൂര് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ തൊഴിലാണ്. ഒരുപക്ഷെ അമ്മ കേസുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്നെങ്കിലും അദ്ദേഹം കേസെടുക്കുമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും കക്ഷികൾ മാത്രമായിട്ടേ അദ്ദേഹം കാണുന്നുള്ളൂ. അല്ലാതെ മറ്റു മാനുഷികപരമായി നമുക്ക് നിയമത്തിൽ അതിനുള്ള സാധ്യതയില്ലെന്ന് പറയുന്നു. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരാളുടെ വക്കാലത്ത് അത് അവരുടെ തൊഴിൽ, അപ്പം അയാൾ പറഞ്ഞ പോലെ അയാളുടെ തൊഴിലാണ്. പക്ഷെ ഇങ്ങനെ ഒരു കുട്ടീന് ഇത്രയും ജനം, ഈ കോടി ജനം ഇത്രയും കാലം അയാളുടെ അടുത്ത കേസ് എന്തോ എനിക്കറിയില്ല. ഇന്ന് എൻ്റെ സൗമ്യക്ക് വേണ്ടിയിട്ട് ഈ കോടി ജനങ്ങളും ഇന്ന് അവളുടെ കൂടിയാണ് നിൽക്കുന്നത്. ഇത്ര ഒരു ദുഷ്ടൻ, ഇത്ര നീചനായ ഇങ്ങനെ ഒരു ചെയ്ത അയാളുടെ കൂടെ ഇയാൾ നിന്നിട്ട് അയാൾ താന്നു കൊടുക്കുകയല്ലോ ചെയ്തത്, അയാൾ പൊന്തി നിൽക്കുകയല്ലേ ചെയ്യണത്. ഇത്ര ഈ ജനം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഈ ജനം മുഴുവനും ഈ വിധി വന്ന ദിവസം ഇവിടെ എന്തായിരുന്നു കാണിച്ചിരുന്നത്? ഈ കോടി ജനങ്ങള് അവൾക്ക് നീതി കിട്ടായിട്ട് അതിന് മുമ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ ജീവനോടുകൂടെ ജനം വിടൂ ഇയാളെ. ഈ ഗോവിന്ദചാമീന് ഇതേപോലെ തന്നെ അവൻ മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോൾ അവൻ എന്തെല്ലാം ചെയ്തോ, അവളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവാൻ വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം അവന് അവൻ മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ ഒരുപക്ഷെ ഇതുപോലുള്ള സൗമ്യമാർ, ഇനിയിപ്പോൾ ജിഷ കേസുണ്ട്, ഇതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്, ഈ കേസുകളിലൊക്കെ തന്നെ പ്രതികൾക്ക് ഏത് തരത്തിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ട് എന്നത് ഒരു വലിയ വിഷയമാണ്. ക്വസ്റ്റ്യൻ എനിക്കുണ്ട് ഈ മുതിർന്ന അഭിഭാഷകരോടാണ്. നമ്മുടെ ഈ കേരള മനസാക്ഷി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ലോവർ കോർട്ടിലാണെങ്കിലും ഹൈക്കോർട്ടിലാണെങ്കിലും വധശിക്ഷ പ്രഖ്യാപിച്ചു, അത് ശരിവെക്കുകയും ചെയ്തു. അത് സുപ്രീം കോടതിയിൽ പോയി റദ്ദാക്കിയതാണ് നമുക്ക് ഏറ്റവും സങ്കടം തരുന്ന കാര്യം. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ലോവർ കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും വധശിക്ഷ മീഡിയ ട്രയലിന്റെയും പബ്ലിക് ഇൻട്രസ്റ്റ് ഇമോഷൻസിന്റെയും റിസൾട്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഹൈക്കോടതി ജഡ്ജ്മെന്റ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ജസ്റ്റിസ് കമാൽ പാഷയും കൂടി ഡിവിഷൻ ബെഞ്ചിലിരുന്ന് പറഞ്ഞാണ്. എനിക്കതിൻ്റെ ആ ജഡ്ജ്മെന്റ് പൂർണ്ണ രൂപത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ജഡ്ജ്മെന്റിന്റെ മുഴുവൻ ഭാഗവും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ, കാരണം ഹൈക്കോടതി പ്രത്യേകിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കേസ് പ്രതിയുടെ അപ്പീൽ പരിഗണിക്കുന്ന സമയത്ത് എല്ലാ ഡോക്യുമെന്റ്സും വളരെയധികം ഡീപ്പായിട്ട് വിശകലനം ചെയ്യും. അതിൻ്റെ മെറ്റീരിയൽ ഓബ്ജക്ട്സ്, പിന്നെ അതുപോലെ സാക്ഷിമൊഴികൾ, ഇത് ഇത്രയും നോക്കിയിട്ട് വളരെ വിശദമായിട്ടാണ് ആ ജഡ്ജ്മെന്റ് തുടങ്ങുന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഫാക്ട്സ് ആർ സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം റെയിൽവേയോടും ഈ നാലാം സാക്ഷിയും 40-ാം സാക്ഷിയും കണ്ട്, അതായത് ഈ നാലാം സാക്ഷി പെട്ടെന്ന് ട്രെയിനിൻ്റെ ചെയിൻ പുളിയാൻ ശ്രമിച്ചു. പക്ഷേ അതിനകത്ത് ഈ മധ്യവയസ്കൻ അയാൾ പിന്തിരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞ ഒരു കാര്യം ശരിയല്ല, കാരണം സ്ക്രീം ചെയ്തതിന് തെളിവില്ലാന്ന്. 4-ാം സാക്ഷി കേട്ടു, 40-ാം സാക്ഷി കേട്ടു, അതുപോലെ ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ട്രെയിൻ പാസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരി കേട്ടു, കോടതിയിൽ വന്ന് തെളിവും കൊടുത്തിട്ടുണ്ട്, സ്ക്രീമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റിസ് കമാൽ പാഷ ഡെലിവറി ചെയ്ത ജഡ്ജ്മെന്റിനകത്ത് വളരെ വിശദമായിട്ട് അതിൽ ഒരു മീഡിയ ട്രയലിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു ജഡ്ജ്മെൻ്റായിട്ട് ഒരിക്കലും ആ ജഡ്ജ്മെൻറ്റ് വായിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ 302-ാം വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. അപ്പോൾ ഈ പരമാവധി ശിക്ഷ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഉള്ളിടത്തോളം കാലം അത് പല കേസുകളിലും, ഇപ്പോൾ ഏറ്റവും അവസാനം വിധിച്ച കേസുകൾ ഉൾപ്പെടെ ഉള്ളതിനകത്ത് ഈ 1980 വന്നത് 83 കൺഫേംഡ് ആയിട്ടുള്ള കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും നമ്മുടെ കോടതികൾ കാണുന്നത്. ബച്ചൻ സിംഗ് കേസ് എന്ന് അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും 1980 കേസ് അതാണ്. അങ്ങനെ പരമാവധി ശിക്ഷ കൊടുക്കേണ്ടതാണ് എന്ന് ഉള്ള കേസുകളിൽ പരമാവധി ശിക്ഷ കൊടുക്കുക തന്നെ വേണം.
അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത് എടുത്ത് മാറ്റത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം. തെളിവുള്ള കേസുകളിൽ തെളിവുള്ളതാണോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും അത് കോടതി തീരുമാനിക്കണം.